സുരേഷ് ഗോപി ജയിച്ചത് പൂരം കലക്കിയത് കൊണ്ടൊന്നുമല്ല. ഒല്ലൂരിലെ ക്രൈസ്തവ കേന്ദ്രങ്ങളിലെല്ലാം സുരേഷ് ഗോപിയാണ് ലീഡ് ചെയ്തത്. ചാവക്കാട്ടും ഗുരുവായൂരിലും മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിൽ സുരേഷ് ഗോപിക്ക് നല്ല നിലയിൽ വോട്ട് കിട്ടിയിട്ടുണ്ട്. സുരേഷ് ഗോപിക്ക് മതന്യൂനപക്ഷങ്ങളുടെ വോട്ടും തൃശ്ശൂരിൽ കിട്ടിയിട്ടുണ്ട്. പൂരം കലക്കിയാൽ മുസ്ലിങ്ങൾ വോട്ട് ചെയ്യോ? പൂരം കലക്കിയാൽ ക്രിസ്ത്യാനികൾ വോട്ട് ചെയ്യോ? എന്ത് പച്ചക്കള്ളമാണ് വി ഡി സതീശൻ പറയുന്നത്? വി ഡി സതീശൻ പിണറായി വിജയൻ്റെ ഏജന്റാണ്, പിണറായി വിജയൻ്റെ ബി ടീമാണ്, പിണറായി വിജയനെ സഹായിക്കുന്ന ആളാണ് വി ഡി സതീശൻ. വി ഡി സതീശനും പിണറായി വിജയനും രണ്ട് ശരീരമാണെങ്കിലും ഒരു മനസ്സാണ്. വി ഡി സതീശൻ്റെ പേരിൽ ഉയർന്നു വന്ന പുനർജനി തട്ടിപ്പ് കേസ് എന്തുകൊണ്ടാണ് കോൾഡ് സ്റ്റോറേജിൽ നിന്ന് പുറത്തെടുക്കാത്തത്? എന്തുകൊണ്ടാണ് സതീശനെ ചോദ്യം ചെയ്യാത്തത്? അദ്ദേഹത്തിനെതിരെ ഒരു കേസ് പോലും എടുക്കാത്തത്? വി ഡി സതീശനും പിണറായി വിജയനും ഒരമ്മ പറ്റ മക്കളെ പോലെ പ്രവർത്തിക്കുന്നവരാണ്. അതുകൊണ്ട് ഇവിടെ അന്തർധാര യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണ്. എ ഡി ജി പി 2023 കണ്ടത്? നിങ്ങൾ പറയുന്നത് അതല്ലേ? ഞാൻ ചോദിക്കുന്നത്, എ ഡി ജി പി 2024 ഏപ്രിലാണോ RSS നേതാവിനെ കണ്ടത്? നിങ്ങൾ അതിനാദ്യം ഉത്തരം പറയും. ഇത്രയും ദിവസം നമ്മൾ ആഘോഷിച്ചത് എന്താണ്? പൂരം കലക്കാൻ എ ഡി ജി പിയും RSS നേതാവും തമ്മിൽ ചർച്ച നടത്തിയെന്നല്ലേ? 2023 2024 എ ഡി ജി പി RSSനെ കണ്ടത്? ഈ എ ഡി ജി പിക്ക് കുഞ്ഞാലിക്കുട്ടിയുമായിട്ടും കോൺഗ്രസിലെ എല്ലാ നേതാക്കളുമായിട്ടും അടുത്ത ബന്ധമാണ്. നിങ്ങൾ എന്താണ് അത് ചർച്ച ചെയ്യാത്തത്? ഈ എ ഡി ജി പി രാഹുൽ ഗാന്ധിയെയും കണ്ടിട്ടുണ്ട്, ഈ എ ഡി ജി പി കുഞ്ഞാലിക്കുട്ടിയെയും കണ്ടിട്ടുണ്ട്, ഈ എ ഡി ജി പി വി ഡി സതീശൻ്റെ വളരെ അടുത്ത ആളാണ്. എന്താ നിങ്ങൾ അത് ചർച്ച ചെയ്യാത്തത്? അതപ്പോൾ ഒരാൾ എ ഡി ജി പി ഒരാളെ കണ്ടു എന്ന് പറഞ്ഞിട്ട് അത് പൂരം കലക്കാനാണ് എന്ന് പറയാൻ എന്ത് വിഡ്ഢിത്തമാണ് സതീശൻ പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. പരസ്യമായിട്ടാണോ കുഞ്ഞാലിക്കുട്ടിയും പിന്നെ എ ഡി ജി പിയും കാണുന്നത്? പരസ്യമായിട്ടാണോ വി ഡി സതീശനും പിന്നെ എ ഡി ജി പിയും കാണുന്നത്? ഈ എ ഡി ജി പി കെ സുരേന്ദ്രൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. എ ഡി ജി പി കുഞ്ഞാലിക്കുട്ടിയെയും കണ്ടിട്ടുണ്ട്, രാഹുൽ ഗാന്ധിയെയും കണ്ടിട്ടുണ്ട് എന്ന പുതിയ ആരോപണമാണ് സുരേന്ദ്രൻ വയ്ക്കുന്നത്.